സംസ്ഥാനത്തെ LPST റാങ്ക് ഹോൾഡർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. പ്രൈമറി സ്കൂളുകളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം പരിശോധിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 45 ദിവസത്തെ സാവകാശം തേടിയതിനെ തുടർന്നാണ് സമരം പിൻവലിക്കാൻ ഉദ്യോഗാർത്ഥികൾ തയ്യാറായത്. പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീന്റെ ചേംബറിൽ നടന്ന നിർണായക ചർച്ചയിലാണ് ഉദ്യോഗാർത്ഥികളും സർക്കാരും തമ്മിൽ ധാരണയിലെത്തിയത്. ചർച്ച വിജയകരമായതിനെ തുടർന്ന് സമരത്തിന് നേതൃത്വം നൽകിയ വളർമതി ടീച്ചർ നിരാഹാര സമരം അവസാനിപ്പിച്ചതായി മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ 37 ദിവസമായി തലസ്ഥാന നഗരിയെ ഇളക്കിമറിച്ചുകൊണ്ടായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധം തുടർന്നു പോന്നത്. പ്രൈമറി സ്കൂളുകളിലെ അധ്യാപക വിദ്യാർത്ഥി അനുപാതം നിലവിലെ 1:30 എന്നതിൽ നിന്നും 1:25 പുനഃക്രമീകരിക്കുക, വിരമിക്കൽ ഒഴിവുകളും പുതിയ തസ്തികകളും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക എന്നിവയായിരുന്നു സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുന്ന കാര്യത്തിലും ഹെഡ്മാസ്റ്റർമാരുടെ തസ്തികകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും കൃത്യമായ പഠനം നടത്തി അനുകൂലമായ നടപടികൾ സ്വീകരിക്കാൻ 45 ദിവസത്തെ സമയം വേണമെന്നാണ് സർക്കാർ ചർച്ചയിൽ ആവശ്യപ്പെട്ടത്. ഈ ഉറപ്പ് വിശ്വസിച്ചാണ് തങ്ങൾ സമരം നിർത്തുന്നതെന്ന് സമരസമിതി വ്യക്തമാക്കി. സമരം പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഇത് വലിയ സാമൂഹിക പ്രശ്നമായാണ് തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും സമരത്തിന് നേതൃത്വം നൽകിയ വളർമതി ടീച്ചർ വ്യക്തമാക്കി. ഈ സമരത്തിൽ ഉദ്യോഗാർത്ഥികൾ ഇതുവരെ സർക്കാരിന് മുന്നിൽ യാതൊരുവിധ മുൻകൂർ ഉപാധികളും വച്ചിട്ടില്ല. എന്നാൽ കഠിനമായി പഠിച്ച് പരീക്ഷ പാസായി സർവീസിൽ കയറിയ ഒരു അധ്യാപകനും സംരക്ഷണം അഥവാ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ട് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ തങ്ങൾക്ക് നിർബന്ധമുണ്ടെന്ന് അവർ ഓർമ്മിപ്പിച്ചു. സർക്കാർ ആവശ്യപ്പെട്ട 45 ദിവസത്തെ കാലാവധി സെപ്റ്റംബർ 24 അവസാനിക്കും. ഈ തീയതിക്കകം അനുകൂലമായ സർക്കാർ ഉത്തരവുണ്ടായില്ലെങ്കിൽ പ്രകടനങ്ങളോ മുദ്രാവാക്യങ്ങളോ ഇല്ലാതെ തികച്ചും സമാധാനപരമായ രീതിയിൽ വീണ്ടും പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഉദ്യോഗാർത്ഥികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പർച്ച് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.